ആനക്കലി എത്രയും വരുമോ അലക്സേ? തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കണക്കും കൂടെ നമ്മൾ നോക്കണം. കഴിഞ്ഞ വർഷം മാത്രം 35 ആളുകളെയാണ് കേരളത്തിൽ ആന കൊന്നത്. 35 പേര്. അതിൽ 18 പേര് ആദിവാസികളാണെന്നുള്ള ഓർക്കണം. കാടുമായിട്ട് ഇത്ര അടുത്ത് ജീവിക്കുന്ന ആദിവാസികൾ 18 പേര്, പുറത്തുള്ള ആളുകൾ 18, 35 പേരാണ് കൊല്ലപ്പെട്ടത്. അത് ആന. കടുവ കൊന്നത് 4 പേരെ, കാട്ടുപോത്ത് 1, മയിൽ 1, മാൻ 1. മയിൽ ഓടിപ്പോകുന്ന സ്കൂട്ടറിൽ മയിലിടിച്ചിട്ട് സ്കൂട്ടർ മറിഞ്ഞ് ആള് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ, തൃശ്ശൂര്. മാൻ ഇടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. കാട്ടുപന്നി 11. ശരാശരി ഒരു വർഷം 100 പേരെയാണ് കേരളത്തിൽ വന്യമൃഗങ്ങൾ കൊല്ലുന്നത്, 100 മനുഷ്യരെ. ഇതിനെ പ്രതിരോധിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നിസ്സംഗരായിട്ട് കേട്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. ഇവരുടെ അനുഭവം, ഉമ്മേനെ കൊന്നു, ആന കൊന്നു. ഇവരെ കഷ്ടിച്ച് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളുകളാണ്. ചാലക്കുടി, ഞാൻ സ്ഥിരം പോകുന്ന, ഞങ്ങളുടെ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു മേഖലയാണ്. ആനകൾ മാൻ വന്ന് തിന്നുന്ന പോലെ ഇവരുടെ ആനകൾ മേഞ്ഞ് കിടക്കുകയാണ്. ഇതിന്റെ എണ്ണം കൂടി എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് ആരും വരുന്നില്ല. ആ ഒരു പ്രശ്നം കണ്ടമാനം കൂടി. ഇപ്പൊ ആനയുടെ കേസ്, ഇപ്പം സർക്കാരിന്റെ കണക്ക് പറയാം. നിങ്ങൾ നിൽക്ക്, ഞാൻ രേഖയാണ് പറഞ്ഞത്. 2020 കാടിന്റെ വ്യാപ്തി വർദ്ധിച്ചില്ല. 2020 നോട്ടീസ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ആനകളുടെ എണ്ണം കൂടിയില്ല. കാടിന്റെ വ്യാപ്തി കൂടിയെന്ന് വ്യാജ വാർത്ത അറിയുമ്പോ സുപ്രീം കോടതി കേരളത്തിനോട് പറഞ്ഞത് കാടിന്റെ വ്യാപ്തിയുടെ മൊത്തം വിവരം അറിയിക്കാനാ പറഞ്ഞത്. കേരളം ഇതുവരെ കാടിന്റെ വ്യാപ്തിയുടെ അധികാരം ആരെ കൊടുത്തില്ല. ആനകളുടെ എണ്ണം വർദ്ധിച്ചെടുക്ക്, തെളിവെടുക്കൂ. നമ്മുടെ നാടുകളിൽ മുഴുവൻ ആന കയറി ഇറങ്ങുന്നത് ആനകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടല്ലാതെ എവിടുന്നാണ് ആന പിന്നെ വരുന്നത്? ഞങ്ങളുടെ നാട്ടിൽ 10 വർഷം മുമ്പ് വരെ ആന എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ രാവും പകലും ആന കയറി ഇറങ്ങുന്നത് എവിടുന്നാണ്? ആനകൾ പ്രസവിക്കില്ല, എണ്ണം കൂടാനായിട്ട് ആന ആന ഉണ്ടാവില്ല, കുഞ്ഞുങ്ങളുണ്ടാവില്ല, ആനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. കാടിന്റെ വ്യാപ്തിയെ കുറിച്ചിട്ട് സുപ്രീം കോടതി കേരളത്തിനോട് നോട്ടീസ് അയച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ 10 കൊല്ലമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കാടിന്റെ വ്യാപ്തി കൂടി എന്ന് പറയുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ തവണ പരിശോധന നടത്തുമ്പോഴത്തേക്ക് പച്ചപ്പ് എല്ലാം കാടെന്നുള്ള കൺസെപ്റ്റില്ല. അതില് റബ്ബർ തോട്ടം ഉൾപ്പെടെ അതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്റെ പൊന്നിയേട്ടാ, ഫോറസ്റ്റ് കവർ നിങ്ങൾക്ക് അറിയാവോ? ഫോറസ്റ്റ് കവർ നമ്മൾ വ്യത്യാസം എന്താണെന്ന് അറിയാവോ? അറിയാം. ഒരു മിനിറ്റ്, ഫോറസ്റ്റ് കവർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പച്ചപ്പെന്ന് പറയുന്നത് പച്ചപ്പ് എത്ര ശതമാനമുണ്ട് നോക്കുമ്പോ പച്ചപ്പ് എത്ര ശതമാനമുണ്ട്? പച്ചപ്പ് ശതമാനമുണ്ട്. 70%, 75% കൂടുതൽ പച്ചപ്പുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.